അപ്പോൾ നമുക്ക് താളം കിഴങ്ങ് ഞാൻ കളിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ പടുകൂട്ടാനിലെ എല്ലാ സാധനവും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ പടുകൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഹായ് ഹായ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു വിളവെടുക്കൽ പരിപാടിയിലാണ് കേട്ടോ. വിളവെടുക്കൽ പറഞ്ഞാൽ കുറേ ഐറ്റംസ് വേണം. അപ്പോൾ അതിനിതാ തടുപ്പെല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയെന്ന്. അമ്മ കുങ്കോട്ടെല്ലാം എന്താ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വലുതായിട്ടുള്ള വിളവെടുപ്പൊന്നുമില്ല. അമ്മ ഒരു നാടൻ സ്പെഷ്യൽ ഒരു കറി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു പുഴുക്ക് പോലത്തെ. അപ്പം അതിനില്ലേ കുറച്ച് നല്ല നാടൻ ഐറ്റംസ് നമുക്ക് വേണം. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് ആദ്യം തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എന്നാന്ന് സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് ഇതുവരെ പറഞ്ഞിട്ടല്ല അമ്മ എന്നുണ്ടാക്കുന്നത്? പടുകൂട്ടാൻ പുഴുക്ക് എന്നെല്ലാം പറയും. അതെ, പടുകൂട്ടാനാ ഉണ്ടാക്കുന്നത് കേട്ടാ. നമ്മൾ ഉണ്ടാക്കിയിട്ട് ചീറ്റിപ്പോയി. അത് നമ്മ നല്ല വൃത്തിയിൽ എല്ലാം കളക്കുന്നതെല്ലാം എടുത്ത് നല്ല അടിപൊളിയിൽ എടുത്ത് ആ വീഡിയോ ആണ് കേട്ടാ. 2 വീഡിയോ ഡിലീറ്റ് ആയി പറഞ്ഞില്ല, അതിലൊരു വീഡിയോ പടുകൂട്ടാൻ ഉണ്ടാക്കുന്നതാണ്. അന്ന് നമ്മ പ്രതീക്ഷിക്കാണ്ട് കുണ്ടകിഴങ്ങ് കളിച്ചിട്ട് എൻ്റെ അമ്മോ ഒരു കൂട്ടം കുണ്ടകിഴങ്ങ് അതെല്ലാം ആ വീഡിയോയിൽ ഉണ്ടായിനെ. ഇനി ആ കിളച്ച കുണ്ടെങ്കിൽ ഒരു പീസ് വെച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ആ വീഡിയോ എല്ലാം പോയിട്ടാ. സാരമില്ല, നമ്മ ഇട്ടുകൊടുക്കാൻ തയ്യാറല്ല അമ്മ. എന്നാ നമുക്ക് വേഗം കിളക്കാൻ പോവാ. വീണ്ടും നമ്മ പടുകൂട്ടാൻ ഉണ്ടാക്കാൻ പോയത് നിങ്ങളെ കാണിച്ചിട്ടേ ബാക്കി കാര്യമില്ല. അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കൂടെ കാണാം. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പടുകൂട്ടാന് കാമ്പ് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഇതാ കഴിഞ്ഞ പ്രാവശ്യം കൊത്തിയ നേന്ത്രം വാഴയില്ലേ, അതിൻ്റെ കാമ്പ് നമുക്ക് പൊളിച്ചെടുക്കാം. കാമ്പ് പൊളിച്ചിട്ട് ആയിട്ടുണ്ട്. ഇനി കപ്പ കാമ്പ് ഇതാ ഇത്രയൊന്നും വേണ്ട കേട്ടാ, ചെറിയൊരു പീസ് മതി. നമ്മ എല്ലാം പൊളിച്ചെടുത്തതാണ്. കുറേ എല്ലാം തുമ്പി പോയത്. അപ്പോൾ ഇതാ കാമ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പടുകൂട്ടാനില്ലേ താളം കിഴങ്ങും കപ്പയെല്ലാം ഒന്ന് കളിച്ചെടുക്കാം. അപ്പോൾ അമ്മ ഇടുന്ന് കപ്പ മാന്തി എടുക്കുന്നുണ്ടേ. കിട്ടുന്നില്ല അമ്മ? വേറെ നട്ടതായിട്ടുണ്ടാവുക? കപ്പേൻ്റെ ഒരു കഷ്ണം കിട്ടിയിട്ടാലേ. നമുക്ക് ചെറിയൊരു പീസേ വേണ്ടു, എന്നാലും ഒരു കഷ്ണം പൊട്ടിപ്പോയി കപ്പേൻ്റെ. എന്താ ഇതിൻ്റെ ഒരു പീസ് പോയി. അയ്യോ കിട്ടിയിട്ടാ, അതും പൊട്ടിയ. പൊട്ടാനൊന്നുമില്ല. അപ്പോൾ കപ്പയും റെഡിയായി. നട്ടന്നല്ല ഈ കപ്പ, ഇത് തണ്ട് ഇങ്ങനെ വാരിയിട്ടതിൻ്റെ ലൂസ് മണ്ണായതുകൊണ്ട് തന്നെ മുളച്ചത്. ഒരു മുരിങ്ങയാണ് കേട്ടോ, മുരിങ്ങേൻ്റെ മരത്തിലാണ് കപ്പ ഉണ്ടായത്. അമ്മ താളം കിഴങ്ങ് ഞാൻ കളിച്ചേരാട്ടാ. അന്ന് ഞാൻ കളിച്ചിന് പറഞ്ഞിട്ട് ചിലപ്പോൾ ആരും വിശ്വസിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ വിശ്വസിച്ചിനെ? അപ്പോൾ അമ്മക്ക് താളം കിഴങ്ങ് ഞാൻ കളിച്ചു കൊടുക്കാം കേട്ടാ. അന്ന് ഞാൻ കളിച്ചിന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടല്ല, ഇന്ന് അമ്മ വീഡിയോ എടുത്തിരുന്നുണ്ട്. അമ്മ കേട്ടാ, ആദ്യം മണ്ണെല്ലാം ഒന്ന് ഇങ്ങനെ മാറ്റി കൊടുക്കുക. താളം കിഴങ്ങ് കിട്ടി. മണ്ണ് പറ്റിയതാ കുറേ ഉണ്ടാവാ. അമ്മ നട്ടു, എൻ്റെ അധ്വാനാണ് ഇതെല്ലാം. അതെ, അമ്മ നട്ടു, ഞാൻ വിളവെടുത്തു. കുറച്ചുണ്ടല്ലോ, അത്യാവശ്യമുണ്ട്. അന്ന് 2 മരട് കളിച്ചിട്ടാണ് അത്ര പര പുഴുങ്ങാൻ കിട്ടി. നമുക്ക് ഈ കൊല്ലം ഇതെല്ലാം നടാം. പിന്നെ കണ്ട ഭയങ്കര വലുതല്ലേ ഇത്, അങ്ങനെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പടുകൂട്ടാനിലെ താളം കിഴങ്ങും ആയിട്ടുണ്ട്. ഒറ്റ താളം കിഴങ്ങേ വേണ്ടു കേട്ടോ പടുകൂട്ടാൻ. ബാക്കി നമുക്ക് പിന്നെ എന്തെങ്കിലും ആക്കാം. അപ്പോൾ ഇതാ താളം കിഴങ്ങ് ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പം കാമ്പായി, പിന്നെ താളം കിഴങ്ങായി, കപ്പയായി. പിന്നെ ചേന വേണമല്ലേ? ചേന അന്ന് കളിച്ച് ചെറുതുണ്ടായിരുന്നു ഒരു കഷ്ണമല്ല, ചെറിയൊരു ചേന. പിന്നെ ഇനിയിപ്പോൾ കളക്കേണ്ടത് വലിയ ചേനയാണ്. അപ്പോൾ ഇനി കളക്കാനൊന്നും കഴിയില്ല. ചെറുത് മതിയില്ലേ? ആ ഒരു ചെറിയ പീസ് മതി. എല്ലാം കുറച്ചേ ഉണ്ടു.
കുണ്ടേങ്ങ് വന്ന് കളിച്ചതിൽ ഒരു കഷ്ണം ബാക്കിയുണ്ട്. പിന്നെ കായ് നമ്മൾ തന്നെ ഉണ്ട്, കപ്പക്കയും ഉണ്ട്. അപ്പോൾ എല്ലായി, നമുക്ക് വേണ്ടുന്ന സാധനമായി. ഇനി നമുക്ക് വേഗം ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ. നമ്മൾ തേച്ച് പോകുന്ന പോക്കിൽ ഇതാ ഇവിടെ കുറേ കാന്താരി പഴുത്ത് നിൽക്കുന്നു. വെള്ള കാന്താരിയാണ് കേട്ടോ. നമുക്ക് പടുകൂട്ടാനിൽ കാന്താരിയും കൂടി വേണം. അപ്പം അതും കിട്ടിയിട്ടുണ്ടല്ലേ. കുങ്കോട്ടോടെ ഒക്കെ ഉണ്ടമ്മ. അപ്പോൾ ഇതാ നമ്മളെ പടുകൂട്ടാനിലെ എല്ലാ സാധനവും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ പച്ചക്കായും കപ്പക്കയും എല്ലാം റെഡി ആയിട്ടുണ്ട്. അമ്മയും മുറിക്കാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം മുറിച്ചിടിച്ച് കാണാമല്ലോ മേ. ഇതാ നമ്മളെ കുണ്ടേങ്ങ ഇതാണ്. ഇന്ന് ചെറിയൊരു പീസേ വേണ്ടു കേട്ടോ, ഇത്രയും വലുതൊന്നും വേണ്ട. ഈ ഒരു പീസ് മതിയാവൂല മേ. അപ്പോൾ താളം കിഴങ്ങും ഒന്നേ എടുത്തിട്ടുള്ളൂ. ചേന ഇതാ ഈ ഒരു കുഞ്ഞു പീസ് മതി കേട്ടാ, കുഞ്ഞി ചേനയാണ്. പച്ചക്കായി 2 എടുത്തിട്ടുണ്ട്. 2 വേണമേ, 1 മതിയാ. കപ്പക്ക ഇത് തേച്ചും വേണ്ട, ചെറിയൊരു പീസ് മതി. അപ്പോൾ കപ്പയും ഇതാ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം ഒന്ന് മുറിച്ചിട്ട് കാണാം അല്ലേ. അപ്പം എല്ലാം തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട്, എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കതെല്ലാം കഷ്ണം കഴിച്ചിട്ട് ഇടണം. ആദ്യം കാമ്പ് മുറിക്കുന്നുണ്ട്. കാമ്പ് വട്ടത്തിലാ വേണ്ടമ്മേ? അല്ല, അതിങ്ങനെ മുറിക്കണേ, നാര് കളയണ്ടേ. പടുകൂട്ടാനാക്കാൻ്റെ എല്ലാ കഷ്ണവും ഇപ്രാവശ്യം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അമ്മ. കഴിഞ്ഞ പ്രാവശ്യം നമ്മ പച്ചക്കായി ഇവിടെ നിന്ന് മേടിക്കുന്നു, ഈ നാടൻ കായ് നോക്കിയിട്ട്. ഇപ്രാവശ്യം നമുക്ക് പച്ചക്കായി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. കാമ്പ് എന്നിട്ട് നടുക്കേ 4 പൊളക്കേ നമ്മ. കാമ്പും കായും മുറിച്ചു. ഇനി കപ്പക്കാരമ്മ. അടുത്തത് ഇതാ കുണ്ടേങ്ങ്. ഇതിൻ്റെ വീടിലാണ് നമ്മൾ എടുക്കുന്നത്. കളിച്ച് വലിയ തെങ്ങ് നടേണ്ട കുയ്യായിന് കളിച്ചിട്ട് ലാസ്റ്റ് ഈ കൂട്ടം നിറച്ചുണ്ടായി കേട്ടാ. നമ്മ ആയിരിക്കല്ലോ കൊടുത്തു വന്നിട്ട് കൊറേ നമ്മയുമാക്കി അല്ല മേ. ഇതാ ചേനയാണ് കേട്ടാ, കുഞ്ഞി ചേനയാണ് കേട്ടാ. കുണ്ടേങ്ങിൻ്റെ അതേ കളറിന്. കുണ്ടേങ്ങിൻ്റെ അതേ കളർ. അടുത്തത് കപ്പ അല്ലേ. 7 ഐറ്റംസ് വേണം. ഇനി നമ്മളെ 7ാമത്തെ സാധനം അല്ലേ അമ്മ, അതും കൂടി മുറിക്കലായി. അപ്പൊ 7 സാധനങ്ങളായിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം എങ്ങനെ വെക്കുന്ന നമ്മ അടുപ്പത്താ വെക്കുന്നത്, കുക്കറിലാ വെക്കുന്നത്? അടുപ്പത്ത് വെക്കുമ്പോൾ നമുക്ക് പാട് വയ്യാം, കുക്കറിലിടാം. കുക്കറിൽ വെക്കാം അല്ലേ. എല്ലാം മുറിച്ചതാ കഴുകി കുക്കറിലിട്ടിട്ടുണ്ട്. കുക്കർ നിറച്ചുണ്ട്. അതെ. അപ്പൊ നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി എടുത്ത് കൊടുക്കാം കേട്ടാ. കുറച്ച് കൂടുതൽ വേണം മഞ്ഞൾപ്പൊടി, ഇത്രയും കഷ്ണമില്ലേ. ഞാൻ ആവശ്യത്തിൻ്റെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേവാൻ ആവശ്യത്തിൻ്റെ വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് എത്ര വിസിലടിക്കണ്ടമ്മേ? 3 വിസിൽ. 3 വിസിലടിച്ചിട്ട് 4ാമത്തെ വിസിൽ നോക്കാം. മതിയാ വെള്ളം? വെള്ളം ഭയങ്കര കലിപ്പുള്ള സാധനമല്ലേ. വെളിച്ചെണ്ണ വെറ്റിക്കേണ്ടി വരുമോ അടിയിൽ? അടി പിടിക്കൊന്നും ചെയ്യില്ലാന്ന് തോന്നുന്നു. ദേശം വേണേൽ ഇട്ടിച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ വെറ്റിച്ച് കൊടുക്കാം കേട്ടാ. എല്ലാം അങ്ങനത്തെ സാധനമാണ്, കായായാലും ചേനയായാലും. അതെ, നമ്മളെ കായ്ക്കാണ് ഭയങ്കര ഇതാണ്. അപ്പോൾ നമുക്ക് അടച്ചിട്ടൊന്ന് വേവിക്കാൻ വെക്കാം. നെയ്യിലേക്കുള്ള സാധനം എല്ലാം റെഡിയാക്കാം. അപ്പോൾ അതെല്ലാം അരക്കാൻ പോയിന്ന്. അതെ, പടുകൂട്ടാനിലെ അരപ്പെല്ലാം റെഡിയാക്കാൻ പോവേന്ന് കേട്ടാ. അതെ, ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി ഉണ്ട്, പിന്നെ നമ്മളെ കാന്താരി ഉണ്ട്, ജീരകദാമ അമ്മയിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടാ. പിന്നെ തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടി ഉണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് ഒതുക്കിയെടുത്താൽ പോരാമേ? ഒതുക്കിയെടുക്കാം. നമ്മിപ്പം പറിച്ച കാന്താരി ഉണ്ടല്ലേ വെള്ള, അതുകൊണ്ട് കുറച്ചെണ്ണം പഴുക്കുകയും ചെയ്തിരുന്നു. എല്ലാം കൂടി നല്ല മണമ. ജീരകവും തേങ്ങയും ഉള്ളിൻ്റെ അല്ലേ. അപ്പം അരപ്പ് റെഡി ആയിട്ടുണ്ട്.
റെഡി. നല്ല വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇതാവും അമ്മ ഉരുളിയിലേക്ക് മാറ്റേണ്ടി വരുവാ. ഉള്ളിലേക്ക് മാറ്റാൻ തോന്നും. അപ്പം എല്ലാം കൂടി നന്നായി വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മളിതാ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കണം അല്ലേ? ഉടച്ചെടുക്കണം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അരച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് കാണുമ്പോൾ നല്ല അവിയൽ പോലെ ഉണ്ടല്ലോ. അപ്പോൾ ഉപ്പെല്ലാം നോക്കി പാകത്തിനുണ്ട്. കുറച്ച് ഇട്ട് കൊടുത്തിന് കേട്ടോ. പുഴുക്കല്ലേ, പുഴുക്ക്. നമ്മളെ പടുകൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. പടുകൂട്ടാനും കൂടിയിട്ട് കഞ്ഞി കുടിക്കലായി. അമ്മ കഞ്ഞിയാ കുടിക്കുന്നത് കേട്ടാ. ഞാൻ ചോറെടുത്തിന്. കഞ്ഞി കുടിക്കാനാണ് നല്ല രസം കൂട്ടിയിട്ട്. നല്ല ഉണക്കമുള്ള വറുത്തതും ഉണ്ട്. അപ്പം ടേസ്റ്റ് ആയിക്കോ. ചൂട് നല്ല രസം കൊടുക്കാം. അപ്പം ടേസ്റ്റ് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് കാണുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കാന്താരി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? ചെറുതുണ്ടാകുമ്പം തിന്ന അതേ ടേസ്റ്റും അതേ ചെറിയ അതന്നെ ഓർമ്മയായിരുന്നു. കഞ്ഞിയും ചെറുതുണ്ടാകുമ്പോൾ നമ്മിങ്ങനെ കുറേ കുടിച്ചിട്ടുണ്ട്. അമ്മ കുറേ നാളായി നമ്മളെ പറഞ്ഞിട്ട് പടുകൂട്ടാൻ എന്നുള്ള പറഞ്ഞിട്ട് പേര് കേൾക്കുമ്പോൾ നമ്മ ചോദിച്ചെന്നിപ്പാ ഇത് എന്നുള്ള പറഞ്ഞു കൊതിപ്പിക്കുന്നല്ലേ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ആദ്യമായിട്ട് അമ്മ ഉണ്ടാക്കി തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് കേട്ടോ നമ്മൾ കഴിക്കാൻ പോകുന്നു. അന്ന് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാത്തിൻ്റെയും ആ ഒരു രുചിയാകുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റ്. 7 ഐറ്റംസ് ഉണ്ടല്ലോ, അതിൻ്റെ ഓരോന്നിൻ്റെ രുചിയാകുമ്പോൾ പ്രത്യേക ഒരു ഓരോ കാമ്പും കടിക്കുമ്പോൾ നല്ല രസമാണ്. കാമ്പും കടിക്കുമ്പോൾ നല്ല രസമാണ്. അതുകൊണ്ട് ബന്ധിന് കേട്ടാ കാമ്പെല്ലാം. അപ്പൊ നമ്മളെ നാട്ടിൽ ഇതിനെ പടുകൂട്ടാൻ, പുഴുക്ക് അങ്ങനെ പറയും. എല്ലായിടത്തും ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല പറയല്. നിങ്ങളെ വീട്ടിലും ഇതുപോലെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് അറിയിക്കണേ. എന്നാ പേര് പറയലെന്നും കൂടി ഒന്ന് കമന്റിൽ അറിയിക്കണേ. അപ്പോൾ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടാ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ പറഞ്ഞാൽ ഇതാ ചെറിയ നമ്മളെ നാടൻ വിശേഷങ്ങളെല്ലാം അതിലെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബെല്ലാം ഒന്ന് ചെയ്യണേ. തീർച്ചയായിട്ടും പിള്ളേർ വന്നിട്ട് അവർക്കും കൊടുക്കുക. അന്ന് കഴിച്ചിട്ടായിരിക്കും ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഇഷ്ടമാണ്. അവരിപ്പോൾ സ്കൂളിട്ട് വന്നാണ് കൊടുക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.